എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയാണ്. അതിനായി ഏകദേശം 2 കിലോ ഭാരം വരുന്നൊരു മത്തങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. കുതിർത്ത പയർ, അത് തോല് ചെത്തി വൃത്തിയാക്കി മത്തങ്ങ എടുത്തതിന് ശേഷം അതിനൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. അവ പാകത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വേവുള്ളതിനാൽ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയാകും. ഇനി ഇവ പാകം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പയറിട്ട് ശേഷം അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അതിലേക്ക് ഇടുന്നു. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് പാകത്തിന് ചേർക്കുന്നു. പിന്നീട് നേരത്തെ അരിഞ്ഞു വെച്ച മത്തങ്ങ അതിലേക്ക് ചേർത്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കുന്നു. ഒപ്പം 2 കൊന്ത് കറിവേപ്പിലൂടെ ചേർക്കുന്നു. ഇനി ഇവയെല്ലാം കൂടി നമുക്കൊരു 2 വിസിൽ പ്രഷർ അടിക്കുന്ന പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായി തേങ്ങാപ്പീര, 2 അല്ലി വെളുത്തുള്ളി, 3 ചെറുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. മേൽപ്പറഞ്ഞവ ചെറുതായി അരിഞ്ഞ് ജാറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി. ഇപ്പോൾ എരിശ്ശേരിക്കായിട്ടുള്ള അരപ്പ് ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല ആവി പറക്കുന്ന പരുവത്തിൽ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കുന്നതാണ് അടുത്ത പരിപാടി. പിന്നീട് ഇവ മൊത്തത്തിൽ നല്ലപോലെ അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ശേഷം മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക. പിന്നീട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുള്ളിയും വറ്റൽമുളകും ചേർക്കുക. ശേഷം പാകത്തിന് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഒപ്പം 2-3 അല്ലി കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് നേരത്തെ വെന്ത് റെഡിയായിരിക്കും നമ്മുടെ എരിശ്ശേരി കൂടെ ചേർക്കുകയാണ് അടുത്ത പരിപാടി. ശേഷം നല്ല രീതിയിൽ പാകത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫൈനൽ ടച്ച് എന്നോളം നമ്മുടെ സ്പെഷ്യൽ സ്പൈസി പൗഡറായിട്ടുള്ള വറുത്തരച്ച പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അല്പം എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം പ്രിയങ്കരമായിരിക്കും. ഇനി ആ മസാല എല്ലായിടവും നല്ല രീതിയിൽ പിടിക്കും വിധത്തിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഏകദേശം തയ്യാറായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.